ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഓണം സെലിബ്രേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തെല്ലാം വിശേഷം, എല്ലാവർക്കും സുഖമായിട്ടിരിക്കില്ല. അപ്പം ഞങ്ങൾ മേലോട്ട് വെച്ചിട്ട് എല്ലാവരും ഉത്രാടത്തിൻ്റെ അന്ന് ഓണപ്പരിപാടി നടത്തേണ്ട കുട്ടികൾ പറഞ്ഞു കേട്ടോ. പല സമയത്ത് ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്, അപ്പം എന്തായാലും നിങ്ങൾക്ക് കളിക്കണം, പരിപാടിയൊക്കെ ഉഷാറാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാനും നല്ല ത്രില്ലായിരുന്നു. പക്ഷെ ഓണപ്പരിപാടി അങ്ങനെ നമ്മളവിടെ ഒന്നും അന്നാരൊന്നും അങ്ങനെ ഓണപ്പരിപാടികൾ നടത്തിയിട്ടില്ല കേട്ടോ. ചെറിയ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ കുറേ ആൾക്കാരെല്ലാം അടിപൊളിയാകുമല്ലോ. ഞങ്ങളെ കല്യാണത്തിന് മുന്നേ അതേപോലെ ഓണപ്പരിപാടി നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഒരു ത്രില്ലിലായിരുന്നു. അപ്പോൾ ഇവരിതേപോലെ ഞാൻ നല്ല ആഗ്രഹമായിരുന്നു കൂടണം, രാവിലെ പോകണം, പൂക്കളിടണം എന്നൊക്കെ. പക്ഷേ തലേ ദിവസം അതായത് ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ മോനെ നല്ല പനി പിടിച്ച കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് രാവിലെ പൂക്കളിടാൻ അങ്ങനത്തെ കാര്യത്തിനൊന്നും പോകാൻ പറ്റില്ല. അവന് നല്ല പനിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴാണ് ശ്രീമോൾ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പം ഇല്ല, ഓന് കഞ്ഞിയൊന്നും കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഹോസ്പിറ്റലിൽ വന്നത്, പിറ്റേദിവസം തിരുവോണമല്ലേ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എന്താ പറയുക, ഫോണായിട്ട് പോയിക്കോ, എന്നിട്ട് വീഡിയോ എടുക്ക്, എന്നിട്ട് ഞാൻ പരിപാടിയൊക്കെ തുടങ്ങാനാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളെ കയ്യിൽ ഫോൺ കൊടുത്തു. അപ്പോൾ അവൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണിത്. അവർ സംസാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷെ അവർ ഈ TV ഒക്കെ വെച്ചിട്ട് സോങ്ങൊക്കെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് വരുന്ന കാരണമാണ് ഞാൻ ആ ഭാഗം കട്ട് ചെയ്തത്. അപ്പോൾ ഒരു നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, പ്രീന ചേച്ചി മക്കളും എല്ലാവരും കൂടി പൂക്കളൊക്കെ ഇട്ടാണ്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും പോയിട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ 3-3:30 ആയപ്പോൾ പരിപാടി തുടങ്ങി. അപ്പോൾ ഞാൻ പോയപ്പോഴും ഞാൻ സെറ്റ് സാരി ഒന്നും എടുത്തിട്ടില്ല. അവിടെ പോയപ്പോൾ എല്ലാവരും സെറ്റ് സാരി മുണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് പോയിട്ട് എൻ്റെ ഉടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉടുപ്പിട്ട് ഇട്ടിട്ട് വരെ കൂടെ ഫോട്ടോ എടുക്കാനും കളിക്കാനും കൂടാനൊക്കെ കൂടി. അപ്പോൾ മോന് പനിയൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, നമുക്ക് മെയിൻ ഫോട്ടോ വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കാമെന്നല്ല നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നല്ല. അപ്പോൾ അവിടെ കിച്ചുവിൻ്റെ അച്ഛനൊക്കെ ഹായ് ഒക്കെ തരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവരും കൂടി കൂടിയാൽ തന്നെ നല്ലൊരു ഇമ്പാണ് കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാനും കളിക്കാനും കൂടാനും ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയണ പരമാവധി ഞാൻ അതിൽ കൂടിയിട്ടുണ്ട്, ആടിയിട്ടുണ്ട്. മോനിങ്ങനെ ക്ഷീണിച്ചിരിക്കണ കാരണം ഒന്നിനും കഴിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഓനതവിടെ ഇങ്ങനെ മൂലയിൽ ഇരിക്കുകയാണ്. എന്നാലും അവനതേപോലെ സുന്ദരിക്ക് പൊട്ട് തൊടൽ, ലെമൺ സ്പൂണ് അതൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മരുന്ന് കൊടുത്തിട്ട് കുറച്ച് ആക്കായി. അപ്പോൾ ആക്കായപ്പോഴും അവന് കളിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അതെല്ലാം കുറച്ച് നേരം കളിച്ചപ്പോൾ തന്നെ ഓനാകെ ക്ഷീണിച്ച് പിന്നെ ഓനെ കാണുന്നില്ല കേട്ടോ. കളി കഴിഞ്ഞിട്ട് ഓനെ കാണുന്നില്ല. ഞാനും കസേര കളിയും കാര്യങ്ങളായിട്ട് ഞാനും ശ്രദ്ധ വിട്ടുപോയി. അപ്പം ഞാൻ പോയപ്പോൾ ഉണ്ട് അവനവിടെ കൊലായിൽ കിടക്കുകയായിരുന്നു കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ കൊലായ്മ കിടക്കുകയായിരുന്നു. അപ്പോൾ അനയും സുന്ദരിക്ക് പൊട്ടിടാൻ പോകുന്നുണ്ട്, അമ്മ സുന്ദരിക്ക് പൊട്ടിടാൻ പോകുന്നുണ്ട്. എനിക്കും പൊട്ടൊക്കെ തൊടാനുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല, അവൻ അയച്ചിട്ടില്ലായിരുന്നു മോനെ. പിന്നെ അതേപോലെ ഓനെ ഞാൻ അമ്മൻ്റെ അടുത്താക്കിയിട്ടാണ് ഞാൻ കസേര കളിയൊക്കെ കളിക്കാൻ പോയത് കേട്ടോ. പിന്നെ ഓനെ ആകെ പനി കൂടി. പിന്നെ ഞങ്ങൾ ഇതേപോലെ അടുത്തമ്മയുടെ അടുത്ത് നിന്ന് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഒന്ന് ഉഷാറായത്. അപ്പം അങ്ങനെ കുട്ടികളെ കസേരക്കളി ഉണ്ടായിരുന്നു, വലിയൊരു കസേരക്കളി ഉണ്ടായിരുന്നു, അതിൽ ഇടയിലുള്ള കസേരക്കളി. അങ്ങനെ പരിപാടിയൊക്കെ ഓന് പനിയായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. പിറ്റേ ദിവസത്തെ വീഡിയോ ഞങ്ങൾ രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് അമ്പലത്തേക്ക് പോണ വീഡിയോ ഉണ്ടാവും. അന്നും ഓന് നല്ല പനിയാണ്, മുണ്ടെടുക്കാനും ഷർട്ട് ഇടാനും ഒക്കെ ഉണ്ട്, പുതിയ കോടി എടുക്കാനും ഒന്നും ഓന് കഴിഞ്ഞില്ല. പക്ഷെ ഓന എന്താണെന്നുണ്ടെങ്കിൽ എല്ലാ ഓണത്തിനും അച്ചച്ചൻ്റെ ഓണക്കോടിയാണ് ഓന് ഫസ്റ്റ് ഇടാറ്. അപ്പോൾ അച്ചെടുത്ത ഓണക്കോടി ഇട്ടുകൊടുത്ത് ഓനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമ്പലത്തേക്ക് പോകാനും വേണ്ടിയിട്ടൊന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അതൊന്നും നടക്കാനൊന്നും വയ്യ, പനിയായിട്ടിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിൽ നല്ല പൂക്കളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും ഏട്ടനും കൂടിയാണ് പോയത്. അനിയനും ഓൻ്റെ കമ്പനിക്കാരെല്ലാവരും കൂടി ഓരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൻ്റെ അന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ വേഗം അമ്പലത്തിൽ കയറി തൊഴുത് വേഗം പോരുകയാണ് ചെയ്തത്. നമുക്ക് തിരുവോണമല്ലേ, ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ, സദ്യ ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ വന്നു. പോണതിന് മുന്നേ തന്നെ ഞങ്ങളൊരു വിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നിട്ട്, അവിയലും സാമ്പാറും പപ്പടം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തിരിച്ചു വന്നിട്ട് പായസം, ചോറ്, അതേപോലെ രസം, ചിക്കന് ഒക്കെ ഉണ്ടാക്കി. നമുക്ക് ചിക്കൻ സൈഡായിട്ട് വേണം കേട്ടോ. വിഷുവിനും ഓണത്തിനൊക്കെ നമ്മൾ സൈഡായിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒന്നാമത് നമുക്ക് ഓണമൊന്നും ആരംഭമായിട്ടുള്ള ഓണമൊന്നുമില്ല, പക്ഷേ നമുക്ക് വെച്ചുകൊടുക്കേണ്ട കാരണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പണിയാണ് പാത്രം വാഷ് ചെയ്യുക. അങ്ങനെ പാത്രം കഴുകാനും വേണ്ടി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം വേണം നമുക്ക് പായസം ഉണ്ടാക്കാൻ കേട്ടോ.
അപ്പോൾ ഇതാ ഞാനും അമ്മയും കൂടി ഏകദേശം എല്ലാ പണിയും കഴിച്ചു, സദ്യ ഉണ്ടാക്കി. നേരത്തെ നെയ്ച്ചിരുന്നു ഞാനും അമ്മയും കൂടി. അങ്ങനെ ഞങ്ങൾ അവയിൽ സംഭവം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ അടുത്തത് ലാസ്റ്റ് ഞങ്ങൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ ഞങ്ങൾ അടുപ്പം നല്ല ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുപ്പത്ത് തന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അയൽവാസിയൊക്കെ കൊടുക്കാനുണ്ട്. അവരൊക്കെ പെരുന്നാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തരണതല്ലേ, അപ്പോൾ അവർക്കും കൊടുക്കണം, പായസം ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെച്ചുകൊടുക്കണമല്ലോ. അപ്പോൾ വെച്ചുകൊടുക്കാനും വേണ്ടിയിട്ട് ഞാൻ എല്ലേതും ചെറിയ ചെറിയ പാത്രങ്ങളാകാം തോനെ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ കുറച്ചന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, കൂടുതലായിട്ട് എല്ലാവരും വിളിച്ച് അങ്ങനെ ഇതാക്കിയിട്ടില്ല. നമ്മൾ കുറച്ചുണ്ടാക്കി പായസം മാത്രമേ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഓണം അങ്ങനെ ആരംഭിച്ച് കഴിക്കാനുള്ളൊരു ഓണമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ഓണം കഴിക്കുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വെച്ചുകൊടുക്കാനുള്ളതൊക്കെ ചെറിയ ചെറിയ പാത്രത്തിലാക്കി. അപ്പോൾ തന്നെ അമ്മ വെച്ചുകൊടുക്കാനുള്ള വിളക്കും കാര്യങ്ങളും തിരിയും എണ്ണയും തിരിയൊക്കെ കത്തിച്ചിട്ട് വേണമല്ലോ വയ്ക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ഞാനിതാ ഓരോരോ സാധനങ്ങൾ ഞാനും സനുവും ഏട്ടനും എല്ലാവരും കൂടി എല്ലാ സാധനങ്ങളും ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അമ്മ തിരിയിട്ട് വിളക്കത്തിച്ച് പിന്നെ അച്ഛനും ഏട്ടനും എല്ലാവരും കൂടി അനിയനും എല്ലാവരും കൂടി വിളമ്പാൻ നിൽക്കും. നമുക്ക് എന്താ പറയുക, ഒരു നേരത്തെ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോൾ 1 മണീൻ്റെ മുന്നായിട്ട് വെച്ച് കൊടുക്കാൻ ഉള്ള പുറപ്പാടാണ്. അപ്പോൾ അച്ഛ വന്നപ്പോൾ ഞങ്ങൾ വേഗം വെച്ച് കൊടുക്കാന്നുള്ള ഇതിലാണ് നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ഛ ഒരു കാരണന്മാർക്ക് കള്ള് കൊടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി അതിന് ഇലയിട്ട് ഇവരെല്ലാവരും സാധനങ്ങളൊക്കെ വിളമ്പിയിട്ടാണ് അവയിലും എല്ലതും. അപ്പോൾ ഇവരെന്തോ ക്ലാസ്സിന്, അതായത് പേപ്പർ ക്ലാസ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ പിന്നെ കുപ്പി ക്ലാസ് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പേപ്പർ ക്ലാസ്സിലാണെങ്കിൽ പായസം എടുക്കാമല്ലോ. അപ്പോൾ പിന്നെ പേപ്പർ ക്ലാസ് എടുത്ത് പായസം എടുക്കാന്നുള്ള ലെവലിലാണ്. പിന്നെ ഏട്ടനതാ സാമ്പാർ വിളമ്പുന്നുണ്ട്, സനുത നിൽക്കുന്നുണ്ട്, അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന് എല്ലാവരും, കഴിഞ്ഞ വിഷു ഇല്ല കഴിഞ്ഞ കൊല്ലന്തോ ഓണത്തിന് അതേപോലെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഫുൾ വീട്ടിൽ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു വൈബാണല്ലേ. അപ്പോൾ ഇക്കൊല്ലം ആരും ഫുഡ് കഴിക്കാനൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തന്നെ ഉള്ളു ഫുഡൊക്കെ കഴിക്കാൻ. ഞങ്ങൾ ഉണ്ടാക്കി. അതേപോലെ അയൽവാസികൾക്കൊക്കെ പായസം കൊണ്ടേ കൊടുത്തു. ഞങ്ങൾ സദ്യ കഴിച്ച് അങ്ങനെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടില്ല, ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരും. പിന്നെന്താ പറയുക, ഇതിപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവരും കാണാം. നമ്മളെ വീട്ടിലെ ചെറിയൊരു ഓണമാണ്. നമ്മൾ ഇവിടെ എന്താ പറയുക, ഇലട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിയും പൂവൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് അതായത് 3 കല്ലുണ്ട്. 3 കല്ലിൽ നമ്മൾ ചെറിയ വാഴൻ്റെ ഇലയിൽ എല്ലേതും വെച്ചിട്ട് ചിരട്ടയിൽ കള്ളൊക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കൂട്ടാ. അപ്പോൾ അമ്മ ദാ അരിയും പൂവൊക്കെ എടുത്തിട്ട് എല്ലാവരോടും അരിയും പൂവൊക്കെ ഇടാൻ പറയുകയാണ്. ആദ്യമോന് മുന്നിൽ പോകണ്ട. ആദ്യമൊക്കെ ഇങ്ങനെ ഇലയിൽ വിളമ്പുമ്പോൾ ആദ്യമോന് പോയിരിക്കുമായിരുന്നു കേട്ടോ ഇലയിൽ, അവന് ഫുഡ് കഴിക്കാനാണെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ നമ്മളെന്ത് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും വെച്ച് കൊടുക്കുമല്ലോ, അപ്പോൾ അവനറിയാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതാ ഞാനും അരിയും പൂവും വാങ്ങി. പിന്നെ അച്ഛനും ഏട്ടനും ആദ്യമോൻ ആദ്യം പോയി അരിമ്പൂവ് ഇടണം. 3 ആളും പോയിട്ട് അരിമ്പൂവ് ഇട്ടതിന് ശേഷം ഞാനും അമ്മി സനും പോയിട്ട് അരിമ്പൂവ് ഇട്ടാം. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കണം. നമ്മൾ ജനൽ തുറന്നിട്ടാണ് മറന്നുപോയി അടയ്ക്കാനിട്ടാം. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ കാണുന്നത്. എനിക്കറിയില്ല കേട്ടോ. അതായത് വെച്ച് കൊടുക്കൽ, നമ്മൾ വീട്ടിൽ സദ്യ ഉണ്ടാക്കുക, നമ്മൾ കഴിക്കുക, അയൽവാസികൾക്ക് കൊടുക്കുക, ഫുഡ് കഴിക്കാനൊക്കെ ആൾക്കാർ വരും, അങ്ങനെയല്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ അങ്ങനത്തെ ഒക്കെ കാണുന്നത് കേട്ടോ. കല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 3 ആളും ഒരു ബോട്ട് തൊട്ട് നിറവിൽ വെച്ചിട്ട് പിന്നെന്ത് ചെയ്തു, സാനും ഏട്ടനും കൂടി ആ കല്ലിൻ്റെ അവിടേക്ക് ഞാൻ പറയില്ലേ ഇലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ അച്ഛ ചിരട്ടയിൽ കള്ളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 കല്ലാണല്ലോ. അപ്പോൾ 3 കല്ലിനുള്ള 3 ചിരട്ടയും പിന്നെ അതേപോലെ 3 ചെറിയ ചെറിയ ഇലയിലേതും ആ ഇലയിൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും വെച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ ഓണത്തിനും വിഷുവിനും ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ കൊല്ലത്തിലൊരു കർമ്മം കൊടുക്കലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ കളം മെഴുകിയിട്ട് നടുവിലൊരു തുളസി അങ്ങനെ ഒരു പൂവ് വെച്ചിട്ടുള്ളൂ. അല്ലാതെ ആർഭാടായിട്ട് പൂക്കളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ പൂക്കൾ അങ്ങനെ അതായത് മുടക്കരുത് എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്